എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം കേവലം ഒരു ക്രിക്കറ്റ് മൈതാനമല്ലാതായി മാറിയ വികാരങ്ങളുടെ ഒരു വൻകടലായി രൂപാന്തരപ്പെട്ട ആ ചരിത്ര രാത്രി. ചുവപ്പും നീലവും നിറങ്ങളുള്ള ജേഴ്സികൾ അണിഞ്ഞ് പതിനായിരങ്ങളുടെ ആവേശ കിരമാലങ്ങൾക്കിടയിൽ IPL 2026ന്റെ മഹാഫൈനൽ അതിന്റെ സർവ്വപ്രതാപത്തോടെയും ആരംഭിക്കുകയായിരുന്നു. വായുവിൽ മുഴങ്ങിക്കേട്ട RCB എന്നും GT എന്നീ അലർച്ചകൾ ഒരു മഹായുദ്ധത്തിന്റെ മുന്നറിയിപ്പായിരുന്നു. ലക്ഷക്കണക്കിന് ആരാധകർ ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്ന ആ നിമിഷത്തിൽ സ്റ്റേഡിയത്തിന്റെ മധ്യത്തിൽ ടോസിനായി രണ്ട് നായകന്മാർ മുഖാമുഖം നിന്നു. രജത് പാട്ടിദാർ എന്ന ശാന്തനായ നായകന്റെ മുഖത്തെ ദൃഢനിശ്ചയം അപ്പോൾ പ്രകടമായിരുന്നു. ടോസ് നേടിയ അദ്ദേഹം രണ്ടാമതൊന്നും ആലോചിക്കാതെ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലെ പിച്ചിൽ മഞ്ഞുവീഴ്ചയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആ തന്ത്രപരമായ തീരുമാനം ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ടോസ് ലഭിച്ചിരുന്നെങ്കിൽ താനും ബോളിംഗ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ഇനി റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനു മുന്നിൽ ഒരു കൂറ്റൻ സ്കോർ പടുത്തുയർത്തുക എന്ന ഭാരമേറിയ ഉത്തരവാദിത്തം ഗുജറാത്തിന്റെ ചുമടിലായി. നായകൻ ഗില്ലും സ്ഫോടനാത്മക ബാറ്ററായ സായ് സുദർശനും ക്രീസിലെത്തിയപ്പോൾ സ്റ്റേഡിയം ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു. എന്നാൽ ഗുജറാത്തിന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന തുടക്കമാണ് അവിടെ പിറന്നത്. വെറും 12 പന്തുകളിൽ 12 റൺസ് മാത്രം നേടിയ സായ് സുദർശൻ ഭുവനേശ്വർ കുമാറിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ജിതീഷ് ശർമ്മയുടെ ഗ്ലൗസുകളിൽ അവസാനിച്ചപ്പോൾ ആ തകർച്ചയുടെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. നിമിഷങ്ങൾക്കകം വെറും 8 പന്തിൽ 10 റൺസ് നേടിയ സാക്ഷാൽ ശുഭ്മാൻ ഗില്ലിനെ ജോഷ് ഹെയ്സൽവുഡ് പാട്ടിദാറിന്റെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ചു. പിന്നീട് ക്രീസിലെത്തിയ നിഷാന്ത് സിന്ധു 18 പന്തിൽ 20 റൺസുമായി പൊരുതി നോക്കിയെങ്കിലും റസിക് സലാമിന്റെ തന്ത്രപ്രധാനമായ പന്തിൽ ദേവദത്ത് പടിക്കലിന് ക്യാച്ച് നൽകി മടങ്ങി. പരിചയസമ്പന്നനായ ജോസ് ബട്ട്ലർക്കും പിടിച്ചു നിൽക്കാനായില്ല. 23 പന്തിൽ 19 റൺസ് എടുത്ത അദ്ദേഹത്തെ കൃണാൽ പാണ്ഡ്യയുടെ സ്പിൻ വലയിൽ കുടുക്കി ജിതീഷ് ശർമ്മ സ്റ്റംപ് ഔട്ട് ചെയ്തു. ഗുജറാത്ത് 100 റൺസ് പോലും തികക്കില്ല എന്ന് തോന്നിപ്പിച്ച ആ നിർണായക ഘട്ടത്തിൽ അഞ്ചാമനായി ഇറങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ ഒരു ഒറ്റയാൾ പോരാട്ടം കാഴ്ചവെച്ചു. തന്റെ ടീമിനെ തോളിലേറ്റി 37 പന്തുകളിൽ 5 ബൗണ്ടറികളുടെ അകമ്പടിയോടെ പുറത്താകാതെ 50 റൺസ് നേടിയ ആ ഇന്നിംഗ്സ് ഗുജറാത്തിന്റെ ഏക ആശ്വാസമായിരുന്നു. എന്നാൽ മറുവശത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അർഷദ് ഖാൻ 6 പന്തിൽ 15 റൺസ് എടുത്ത് ഹെയ്സൽവുഡിന്റെ പന്തിൽ റസിക് സലാമിന് ക്യാച്ച് നൽകി മടങ്ങിയപ്പോൾ രാഹുൽ തെവറ്റിയ, ജെയ്സൺ ഹോൾഡർ എന്നിവർ വെറും 7 റൺസ് വീതമെടുത്ത് വരിസയായി പവലിയനിലേക്ക് ഘോഷയാത്ര നടത്തി. കഗിസോ റബാഡ 3 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എന്ന സ്കോറിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഒതുങ്ങി. RCBക്കായി റസിക് സലാം ഡാർ 4 ഓവറിൽ വെറും 27 റൺസ് വിട്ടുകൊടുത്ത് 3 നിർണായക വിക്കറ്റുകൾ പിഴുതെടുത്തപ്പോൾ കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹെയ്സൽവുഡ് എന്നിവർ ബോളിംഗ് നിരയെ ഒരുരുക്കുകോട്ടയാക്കി മാറ്റി. ജേക്കബ് ഡഫി മാത്രമാണ് 38 റൺസ് വഴങ്ങി അല്പം ചെലവേറിയ ബോളറായത്. 156 റൺസ് എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഇന്ത്യ RCBയുടെ തുടക്കം ഒരു കൊടുങ്കാറ്റുമോലെയായിരുന്നു. ഫിൽ സാൾട്ടിനൊപ്പം ഓപ്പണിംഗിനിറങ്ങിയ വെങ്കടേഷ് അയ്യർ തുടക്കം മുതൽ തന്നെ ഗുജറാത്ത് ബോളർമാർക്കുമേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. വെറും 16 പന്തുകൾ നേരിട്ട അദ്ദേഹം 4 ബൗണ്ടറികളും 2 കൂറ്റൻ സിക്സറുകളുമടക്കം 32 റൺസ് അടിച്ചുകൂട്ടി. മുഹമ്മദ് സിരാജിന്റെ പന്തിൽ കഗിസോ റബാഡയ്ക്ക് ക്യാച്ച് നൽകി അയ്യർ മടങ്ങിയെങ്കിലും RCBയുടെ ലക്ഷ്യം അതോടെ വ്യക്തമായിരുന്നു. പിന്നാലെ വന്ന് ദേവദത്ത് പടിക്കൽ അക്കൗണ്ട് തുറക്കാതെ റബാഡയുടെ പന്തിൽ അർഷദ് ഖാന് ക്യാച്ച് നൽകി മടങ്ങി. ആ നിമിഷത്തിലാണ് സ്റ്റേഡിയം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്ന ആ മഹാവിസ്മയം ക്രീസിലേക്ക് നടന്നടച്ചത്. കിങ് വിരാട് കോഹ്ലി ഒരു കൊടുംകാറ്റിന്റെ സർവ്വരൗദ്രഭാവത്തോടെയും കോഹ്ലി ഗുജറാത്തിന്റെ ബോളിംഗ് നിരയെ കടന്നാക്രമിച്ചു. കഗിസോ റബാഡയുടെ വെറും 3 ഓവറുകളിൽ നിന്ന് 44 റൺസ് ഒഴുകിയപ്പോൾ ഗുജറാത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്നടിഞ്ഞു. കോഹ്ലിയുടെ ആ വിശ്വരൂപം RCBയെ അനായാസം വിജയതീരമണിയിച്ചു. അവർ ചരിത്രം തിരുത്തിയെഴുതി. തുടർച്ചയായ രണ്ടാമത്തെ തവണയും IPL കിരീടം തങ്ങളുടെ ശിരസിലണിഞ്ഞു. ഔദ്യോഗികമായി വിജയം പ്രഖ്യാപിക്കപ്പെട്ട ആ നിമിഷം നരേന്ദ്രമോദി സ്റ്റേഡിയം സന്തോഷത്തിന്റെ അലർച്ചകളാൽ പ്രകമ്പനം കൊണ്ടു. നായകൻ രജത് പാട്ടിദാറിന്റെ നേതൃത്വത്തിൽ കളിക്കാർ പരസ്പരം കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. സ്വന്തം ബാറ്റിംഗ് മികവിലൂടെ മത്സരത്തിന്റെ ഗതി തിരിച്ചുവിട്ട വിരാട് കോഹ്ലിയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകിയിറങ്ങി. മൈതാനത്ത് റസിക് സലാമും കൃണാൽ പാണ്ഡ്യയും ആവേശത്തോടെ നൃത്തം വെച്ചപ്പോൾ ഡഗ്ഔട്ടിൽ പരിശീലകരായ ആൻഡി ഫ്ലവറും ദിനേശ് കാർത്തിക്കും വികാരഭരിതരായി ആ കാഴ്ച നോക്കി നിന്നു. പാട്ടിദാർ ആ സുവർണ കിരീടം വാനിലുയർത്തിയപ്പോൾ അത് വെറും ഒരു വിജയമായിരുന്നില്ല. RCBയുടെ നിരന്തരമായ അധ്വാനത്തിന്റെയും വിരാട് സേനയുടെ അടങ്ങാത്ത അഭിമാനത്തിന്റെയും മകുടോദാഹരണമായിരുന്നു. എന്നാൽ മൈതാനത്തിന്റെ മറുവശത്ത് ഹൃദയം നുറുങ്ങുന്ന മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു. പരാജയത്തിന്റെ ഭാരം താങ്ങാനാകാതെ ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ മൈതാനത്ത് മുട്ടുകുത്തിയിരുന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞിരുന്നു. തന്റെ മോശം ക്യാപ്റ്റൻസിയും ബോളർമാരുടെ പരാജയവുമാണ് ഈ തോൽവിക്ക് കാരണമെന്ന് കുറ്റബോധം ആ കണ്ണുനീരിൽ വ്യക്തമായിരുന്നു. മത്സരം ശേഷമുള്ള പത്രസമ്മേളനത്തിൽ തകർന്നടിഞ്ഞ മനസ്സോടെയെങ്കിലും തികഞ്ഞ കായികക്ഷമതയോടെ ഗിൽ സംസാരിച്ചു. ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, RCBക്കും ക്യാപ്റ്റൻ രജത് പാട്ടിദാറിനും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അവർ ഇന്ന് കളിച്ചത് യഥാർത്ഥ ചാമ്പ്യന്മാരുടെ നിലവാരത്തിലാണ്. വാഷിംഗ്ടൺ സുന്ദറിന്റെ അർദ്ധ സെഞ്ചുറി ഞങ്ങളെ 155-ൽ എത്തിച്ചെങ്കിലും ഈ ഫ്ലാറ്റ് പിച്ചിൽ അത് തീരെ അപര്യാപ്തമായിരുന്നു എന്നും നായകൻ
നായകനായ എനിക്കൊരു വലിയ ഇന്നിംഗ്സ് കളിക്കാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നും ഗിൽ പറഞ്ഞു. തുടർന്ന് വളരെ വികാരഭരിതനായി ഗിൽ പറഞ്ഞു, സത്യത്തിൽ ഈ വലിയ വേദിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ നായകൻ സഞ്ജു സാംസൺ 2026-ലെ T20 ലോകകപ്പിൽ കാഴ്ചവെച്ചതുപോലെ ഒരു മാസ്മരിക ഇന്നിംഗ്സ് കളിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സഞ്ജു ഭായിയെപ്പോലെ സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ വിജയതീരമണിയിക്കുന്ന ആ അസാമാന്യ പ്രതിഭയും നിർഭയത്വവും എനിക്ക് അനുകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വലിയ നൊമ്പരമായി അവശേഷിക്കുന്നു. സഞ്ജു ഭായിയുടെ ആ മാന്ത്രിക സ്പർശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സരഫലം മറ്റൊന്നായേനെ. തുടർന്ന് തന്റെ ബോളിംഗ് നിരയുടെ പരാജയത്തെക്കുറിച്ച് ഗിൽ തുറന്നടിച്ചു. ഞങ്ങളുടെ മോശം ബോളിംഗാണ് ഈ പരാജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണം. 155 റൺസ് പ്രതിരോധിക്കാൻ പവർ പ്ലേയിൽ കൃത്യതയാർന്ന ബോളിംഗ് അനിവാര്യമായിരുന്നു. എന്നാൽ സിരാജിനെയും റബാഡയെയും പോലുള്ള പരിചയസമ്പന്നരുണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് RCB ബാറ്റർമാർക്കുമേൽ യാതൊരു സമ്മർദ്ദവും ചെലുത്താൻ കഴിഞ്ഞില്ല. വിരാട് കോഹ്ലിയും വെങ്കിടേഷ് അയ്യരും ഞങ്ങളുടെ തന്ത്രങ്ങളെല്ലാം തകർത്തെറിഞ്ഞുവെന്ന് ഗിൽ സമ്മതിച്ചു. ഫൈനൽ പോലെ ഒരു വലിയ മത്സരത്തിൽ 14 മുകളിൽ ഇക്കോണമിയിൽ റൺസ് വഴങ്ങിയാൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. വിരാട് കോഹ്ലിയെക്കുറിച്ച് പറയുമ്പോൾ ഗില്ലിന്റെ വാക്കുകളിൽ വല്ലാത്തുള്ള ആദരവും വികാരവും നിറഞ്ഞിരുന്നു. വിരാട് ഭായി ഇന്ന് ബാറ്റ് ചെയ്ത രീതി അവിശ്വസനീയമാണ്. അദ്ദേഹത്തിന്റെ സമയബോധവും ആത്മവിശ്വാസവും എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കാറുണ്ട്. അദ്ദേഹം ആ മാനസികമാവസ്ഥയിലായിരിക്കുമ്പോൾ ലോകത്തെ ഏത് ബോളിംഗ് നിരയ്ക്കും അദ്ദേഹത്തെ തടയുക അസാധ്യമാണ്. അതുപോലെ തന്നെ രജിത് പാട്ടിദാറിന്റെ ക്യാപ്റ്റൻസിയിലെ ശാന്തത ഒരു വലിയ നായകന്റെ ലക്ഷണമാണ്. RCB ഇന്ന് പുരുഷ ക്രിക്കറ്റിലെ ഏറ്റവും അപകടകരമായ ശക്തിയായി മാറിയിരിക്കുന്നു. എനിക്കെന്റെ ടീമിന് കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം മാത്രമാണ് എന്റെ ഈ കണ്ണുനീരിന്റെ പിന്നിൽ. പക്ഷേ ഈ ട്രോഫിക്ക് ഏറ്റവും അർഹർ RCB തന്നെയാണ് എന്ന് ഗിൽ പറഞ്ഞു നിർത്തി. ഈ വിജയം RCBയുടെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. കോഹ്ലിയുടെ ബാറ്റിംഗ് വിസ്ഫോടനവും പാട്ടിദാറിന്റെ തന്ത്രങ്ങളും റസിക് സലാമിന്റെയും കൃണാൽ പാണ്ഡ്യയുടെയും അവിശ്വസനീയമായ പ്രകടനവും അവരെ വീണ്ടും ലോക ചാമ്പ്യന്മാരാക്കി മാറ്റിയിരിക്കുന്നു. വിരാട് സേനയെ തടഞ്ഞു നിർത്തുക എന്നത് ഇനി അസാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ തിളങ്ങുന്ന ട്രോഫിക്കൊപ്പം ഈ ഐതിഹാസിക രാത്രി ക്രിക്കറ്റ് ചരിത്രത്തിൽ എക്കാലത്തേക്കുമായി ആലേഖനം ചെയ്യപ്പെട്ടു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.